നമസ്കാരം. അബുദാബിയിലെ ബനിയാസ് ജനവാസ മേഖലയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത്. പുലർച്ചെ UAE വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർക്കുന്നതിനിടെ ഇതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചാണ് അപകടമുണ്ടായത്. ബനിയാസ് മേഖലയിൽ അസാധാരണമായ ശബ്ദമുണ്ടായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മേഖലയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ ആരംഭിച്ചതിനു ശേഷം UAE റിപ്പോർട്ട് ചെയ്യുന്ന 8ാമത്തെ മരണമാണിത്. ഇതുവരെ വിവിധ സംഭവങ്ങളായി 145 പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബനിയാസ് മേഖലയിൽ അധികൃതർ പരിശോധനകൾ കർശനമാക്കി. റംസാൻ മാസത്തിലെ പുലർച്ചെ സമയത്തുണ്ടായ അപകടം പ്രദേശവാസികളെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചേക്കാമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ തുടരണമെന്നും അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇത്തരം അപകട സ്ഥലങ്ങളിൽ പോയി ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക വിവരങ്ങൾക്കായി മാത്രം കാത്തിരിക്കണമെന്നും ദുരന്ത നിവാരണ സേനയുമായി സഹകരിക്കണമെന്നും അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചു. ഇതിനിടെ ലോക സഞ്ചാരികളുടെ പറുദീസയും ആഗോള വ്യാപാരത്തിന്റെ സ്ഥിരയുമായ ദുബായ് ഇന്ന് അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ഭീഷണികളെ തുടർന്ന് UAE വ്യോമപാതകൾ പലപ്പോഴായി അടച്ചിട്ടതോടെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രാജ്യാന്തര വിമാനത്താവളമായ ദുബായ് ഇന്റർനാഷണൽ നിശ്ചലമായിരുന്നു. US, ഇസ്രയേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തുമ്പോൾ തന്നെ ഇതിന് പിന്നിലെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഭീമമാണ്. ഒരു ദിവസം ഏകദേശം 2000 കോടി രൂപയിലധികം നഷ്ടമുണ്ടാകുന്ന ഈ പ്രതിസന്ധി ദുബായിയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ഉലയ്ക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് UAE സൈന്യം ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ നീക്കങ്ങൾ നിരീക്ഷിച്ചത്. തൊട്ടു പിന്നാലെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യോമാതിർത്തി അടയ്ക്കുന്നതായി പ്രഖ്യാപിക്കുകയും പ്രശ്നപരിഹാരത്തിന് ശേഷം വ്യോമാതിർത്തി തുറക്കുകയും ചെയ്തു. ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇന്ധന ടാങ്കിന് തീപിടിച്ചതും യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതും ലോകത്തെ നടുക്കി. സുരക്ഷാ കാരണങ്ങളാൽ വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തതോടെ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ദുബായിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇടയ്ക്കിടെ വ്യോമപാതകൾ തുറക്കുന്നുണ്ടെങ്കിലും ഏതു നിമിഷവും മിസൈൽ ഡ്രോൺ ആക്രമണ ഭീതി തുടരുകയാണ്. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സംഘർഷം തുടങ്ങിയതിനു ശേഷം UAE മാത്രം ഇറാൻ 1900-ലധികം മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇവയിൽ ഭൂരിഭാഗവും പ്രതിരോധിക്കാനായെങ്കിലും തകർന്നു വീഴുന്ന മിസൈൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പോലും ഭീഷണിയാണ്. ദുബായ് വിമാനത്താവളം വെറുമൊരു യാത്രാ സംവിധാനമല്ല, മറിച്ച് ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക ഹബ്ബാണ്. 2023-ൽ 8.7 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്ത ഈ വിമാനത്താവളം 2026 ജനുവരി 3-ന് മാത്രം 3.24 ലക്ഷം യാത്രക്കാരെ സ്വീകരിച്ച് റെക്കോർഡിട്ടിരുന്നു. ദുബായ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായ മുൻകാല കണക്കുകൾ പ്രകാരം വിമാനത്താവളം ഓരോ മിനിറ്റ് അടച്ചിടുമ്പോഴും ഏകദേശം $10 ലക്ഷം നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇതിൽ എയർലൈൻ വരുമാനം, കാർഗോ, ടൂറിസം, അനുബന്ധ ബിസിനസ്സുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഒരു ദിവസം മുഴുവൻ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ ഈ നഷ്ടം $100 കോടി ഉയരുമെന്നാണ് വിലയിരുത്തൽ. ദുബായിയുടെ അഭിമാനമായ എമിറേറ്റ്സ് എയർലൈൻസിനാണ് ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ തളരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ $65.6 ബില്യൺ ദിർഹം വരുമാനം നേടിയ എമിറേറ്റ്സിന് പ്രതിദിനം ശരാശരി $100 മില്യൺ ബിസിനസ് ഉണ്ട്. സ്വന്തം ആസ്ഥാനമായി ദുബായ് അടച്ചിടുമ്പോൾ ഈ വരുമാനത്തിന്റെ വലിയൊരു ഭാഗമാണ് പ്രതിസന്ധിയിലാവുന്നത്. ഫ്ലൈ ദുബായ് ഉൾപ്പെടെ 100-ലധികം വിദേശ എയർലൈനുകളെയും ഇത് നേരിട്ട് ബാധിക്കുന്നു. ദുബായ് വിമാനത്താവളം നിശ്ചലമാകുന്നത് ലോക വ്യാപാരത്തെ ബാധിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. 100-ലധികം രാജ്യങ്ങളിലെ 260-ലധികം നഗരങ്ങളെ ദുബായ് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള ഹബ്ബായാണ് ദുബായ് വിമാനത്താവളം. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള ഏറ്റവും മികച്ച സ്റ്റോപ്പ് ഓവർ കേന്ദ്രം കൂടിയാണിത്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ പ്രധാന ഇടത്താവളമാണിത്. ഇതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള ചരക്കുകളുടെ കൈമാറ്റത്തിൽ ദുബായ് വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. നിലവിൽ ദുബായ് വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുകയാണ്. സ്ഥിതിഗതികൾ പ്രവചനാതീതവും. എയർലൈനുകളിൽ നിന്ന് നേരിട്ട് സ്ഥിരീകരണം ലഭിക്കാതെ വിമാനത്താവളത്തിലേക്ക് പോകരുതെന്നാണ് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇൻഡിഗോ പോലുള്ള ഇന്ത്യൻ വിമാന കമ്പനികളും യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.